ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ബോളിവുഡ് വേൾഡ് റിയാദിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ബോളിവുഡ് വേൾഡ് റിയാദിലെ ബോളിവുഡ് സിറ്റിക്ക് അടുത്ത് തന്നെയുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇത് എല്ലാ വർഷവും റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് റൈഡ്സ്, ഗെയിംസ്, അതുപോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ കൾച്ചേഴ്സ്, ലൈഫ് സ്റ്റൈല്, ഫുഡ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ടൈമിങ് 4 PM to 1 PM ആണ്. അപ്പം ഞങ്ങളിവിടെ 4 മണിക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ 2 വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ റിയാദ് സീസൺ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മെയിൻ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ സൗദി അറേബ്യയുടെ ഒരു ഹെറിറ്റേജ് വില്ലേജാണ് കാണിക്കുന്നത്. ഇത് പഴയകാലത്തെ സൗദികളുടെ വീടുകളും കൺസ്ട്രക്ഷൻസുമാണ് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു ഫീലാണ് ഇത് കാണുമ്പോൾ. പഴയകാലത്തെ അവരുടെ ജീവിത രീതികളും എല്ലാം ഇതിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഈ ഗ്ലോബ് പോലെ കാണുന്നത് റിയാദ് സീസണിൻ്റെ ഐക്കോണിക് പീസായ ബോളിവുഡ് സ്ഫിയർ ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ LED ബൾബാണ്. ഈ കാണുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പം ഈ ലേക്കിന് ചുറ്റുമായിട്ടാണ് ഇവിടെ കാണുന്ന എല്ലാ പവലിയൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം നാടായ ഇന്ത്യയിലേക്കാണ്. ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് താജ്മഹലിൻ്റെ ഒരു മോഡലാണ്. കഴിഞ്ഞ സീസണിൽ തന്നെ ഇത് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഈ സീസണിൽ കുറേ കൂടി ഷോപ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ടും ഫുഡ് സ്റ്റോളുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ മിക്കവാറും ഇന്ത്യൻ പ്രോഡക്റ്റ്സ് ഒക്കെ സെയിൽസിനായിട്ട് വന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ സ്നാക്സുകളും നല്ല വെറൈറ്റി ചായകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കറങ്ങി നടക്കുമ്പോഴാണ് ഒരു ലേഡി ഇങ്ങനെ നടക്കുന്നുണ്ടത്. ഇത് ഹെയർ ഓയിലിൻ്റെ ഒരു പരസ്യമാണ്. നമുക്കിനി കുറച്ച് കലാകാരന്മാരുടെ പാട്ടൊന്ന് കേട്ടാലോ. ഇന്ത്യൻ പവലിയിൽ നിന്ന് ഞങ്ങൾ നേരെ റൈഡ്സിലേക്ക് കയറാനായിട്ടാണ് പോകുന്നത്. ഈ കാണുന്ന സ്കൈ ലൂപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കൈ ലൂപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഗ്ലോബൽ വീലിലൊന്ന് കയറാൻ പോവുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ബോളിവുഡ് വേൾഡിൻ്റെ മുഴുവൻ ഭംഗി ആസ്വദിക്കാൻ ഇതിലിരുന്നു കൊണ്ട് പറ്റും. അങ്ങനെ നമ്മൾ വീലിൽ നിന്ന് താഴെ ഇറങ്ങി ഇനി ഇവിടെയുള്ള ബാക്കിയുള്ള റൈഡ്സൊക്കെ കൊണ്ടുപോവുകയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് ഇറാൻ്റെ പവലിയനാണ്. ഈ വർഷത്തെ അഡിഷനാണിത്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ സ്പെഷ്യാലിറ്റിയായ ഫ്രെയിംഡ് കാർപ്പറ്റ്സ് ആണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പേർഷ്യൻ കൾച്ചർ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഇറാനിയൻ ഷോപ്സുകളും ഫുഡ് സ്റ്റോളുകളും സ്പൈസസും ഒക്കെ ധാരാളം ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ ഇറാനിൽ നിന്നിറങ്ങി ഇനി പോകുന്നത് മെക്സിക്കോയിലേക്കാണ്. ഇവിടെയും ധാരാളം മെക്സിക്കൻ ഫുഡ് സ്റ്റോളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് മെക്സിക്കോയുടെ ലാൻഡ് മാർക്സുകളും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ഹോംസും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് മെക്സിക്കോയിൽ നിന്ന് ഇറങ്ങുകയാണ്.
ഇനി നമ്മൾ ജപ്പാനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു വലിയ റോബോട്ടിക് സ്റ്റാച്യു ഉണ്ട്. അതുകൂടാതെ ധാരാളം ഫുഡ് സ്റ്റോളുകളും ഷോപ്സുകളും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് തായ്ലൻഡിലേക്കാണ്. അപ്പോൾ തായ്ലൻഡിൽ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജപ്പാൻ്റെ ഒരു സൈഡിലായിട്ടാണ് തായ്ലൻഡിൻ്റെ പവലിയൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുകയാണ്. നമ്മളിനി പോകുന്നത് US-ലേക്കാണ്. ഇവിടെയും അമേരിക്കൻ ക്യുസൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഇട്ടിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ടർക്കിയിലേക്കാണ്. ടർക്കി ബൊളിവേർഡ് വേൾഡിലെ ഈ വർഷത്തെ അഡിഷനാണ്. ഇവിടെയും ധാരാളം ടർക്കിഷ് ഷോപ്പുകളും മറ്റും നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ വളരെ പോപ്പുലറായ ഒന്നാണ് ടർക്കിഷ് ഐസ്ക്രീം. പ്രത്യേകിച്ച് ഇവരുടെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവരും ഇത് കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്കിവിടെ ടർക്കിഷ് മാർക്കറ്റും ടർക്കിഷ് ക്യുസൈൻസും ഒക്കെ കാണാൻ കഴിയും. അടിപൊളിയായിട്ട് തന്നെ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ടർക്കിയുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഫ്രാൻസിലേക്കാണ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പവലിയനാണ് ഫ്രാൻസിൻ്റേത്. കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്ന ഒരു പവലിയനാണ് ഫ്രാൻസിൻ്റെ പവലിയൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിലെ മനോഹരങ്ങളായ ബിൽഡിങ്സും ഈഫൽ ടവറും ഒക്കെ ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പവലിയനാണ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് അലീല കാണാനാണ്. ഇത് സൗദി അറേബ്യയിലെ ഒരു ഏൻഷ്യൻ ഒയാസിസ് സിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ കുറേ അക്വേറിയംസ് ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജെല്ലി ഫിഷാണ്. ഇനി നമ്മൾ പോകുന്നത് വീണ്ടും സൗദി അറേബ്യയിലേക്കാണ്. ഇതെല്ലാം ഈ വർഷം സെറ്റ് ചെയ്ത അഡിഷൻസ് ആണ്. കഴിഞ്ഞ സീസണിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ഏൻഷ്യൻ സൗദി അറേബ്യയും മോഡേൺ സൗദി അറേബ്യയും ഒക്കെ കാണാൻ കഴിയും. സൗദി അറേബ്യയുടെ പഴയകാല ജീവിതങ്ങളും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇവിടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗദി പ്രോഡക്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സൗദിയുടെ കാഴ്ചകൾ കണ്ട ശേഷം ഇനി പോകുന്നത് ചൈനയിലേക്കാണ്. ചൈനയുടെ പവലിയനും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒരുപാട് ചൈനീസ് ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ട്. നമ്മളും അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇവിടെ നല്ല ചൈനീസ് പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് നമ്മൾ ചൈനയിൽ നിന്ന് പുറത്തിറങ്ങിയത്. നമ്മളിനി പോകുന്നത് ആഫ്രിക്കൻ പവലിയനിലേക്കാണ്. അപ്പം ഈ സീസണിലെ ഒരു അഡീഷനാണ് ആഫ്രിക്കൻ. ഇവിടെ ആഫ്രിക്കൻ ആനിമൽസിൻ്റെ ഒരു ചെറിയ സൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ ബേർഡ്സിനൊക്കെ കാണാൻ പറ്റും. ഈ വൈറ്റ് കളറിലുള്ള ബേർഡ് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് ജിറാഫിനെയൊക്കെ കാണാൻ പറ്റി.
നമുക്കിവിടെ ആഫ്രിക്കൻ വീടുകളും ആഫ്രിക്കൻ ക്യൂസൈനും ഒക്കെ കാണാൻ കഴിയും. നല്ല രീതിയിൽ തന്നെയാണ് ആഫ്രിക്കയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആഫ്രിക്കൻ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ഡാൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ബൊളിവേർഡ് വേൾഡിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു പവലിയനാണ് ആഫ്രിക്കൻ പവലിയൻ. കാണുന്നത് ചെറിയൊരു സൂ ആണ്. കുറച്ച് ചെറിയ ആനിമൽസിനെയൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് ഈജിപ്തിലേക്കാണ് പോകുന്നത്. ഈജിപ്തിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു പവലിയനാണ് ഈജിപ്റ്റ്. ഇപ്പോഴും നല്ല ഭംഗിയോടുകൂടി തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിരമിഡ്സും മമ്മിയും ഒക്കെ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൊളിവേർഡ് വേൾഡിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈജിപ്റ്റ്. എത്ര തന്നെ കണ്ടാലും മതിവരാത്ത ഒരു സ്ഥലമാണ്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരവും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ കുറേയധികം ഈജിപ്ഷ്യൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഈജിപ്ഷ്യൻ പ്രോഡക്റ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഈജിപ്തും കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ റിയാദിലുള്ളവർ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ബൊളിവേർഡ് വേൾഡ് റിയാദ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.